friends, welcome to our channel. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അടുത്തിടെ കുറച്ച് ആക്സസറീസ് ഓർഡർ ചെയ്തായിരുന്നു. യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഇതിന് കുറച്ച് ആക്സസറീസ് കുറച്ച് സാധനങ്ങളോടെ വേണം, എന്നാലാണ് പക്കയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ ആയ ഞങ്ങളുടെ അനിയൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് ലിങ്ക്സും അയച്ചു തന്നു. അപ്പോൾ അത് പ്രകാരം കുറച്ച് ആക്സസറീസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അതിൻ്റെ ഒരു അൺബോക്സിംഗുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോ ബോക്സ് വെച്ച് തുറന്നു നോക്കാം. ഇത് റിംഗ് ലൈറ്റ് ആണ്. ഇത് റിംഗ് ലൈറ്റും എനിക്കുള്ള ക്യാമറയുടെ ഗൊറില്ല ട്രൈപോഡും ആണെന്ന് തോന്നുന്നത്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു റിംഗ് ലൈറ്റ് ആണ്. 50 കാണാമല്ലോ, ഇതാണ് സാധനം. 55 വാട്ടിന്റെ ഒരു റിംഗ് ലൈറ്റ് ആണ്. ആക്ച്വലി രണ്ടെണ്ണം ഓർഡർ ചെയ്യാൻ തോന്നുന്നു, ഒരെണ്ണം ഉണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ചൊന്ന് കാണാം രണ്ടും. ഇതൊരു ഗൊറില്ല ട്രൈപോഡ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വ്ളോഗേഴ്സിന്റെയും വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരിങ്ങനെ ട്രൈപോഡ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണിത്. ഓ, ഇത് ബാഗിന്റെ ഉള്ളിലൊക്കെയാണ്. ബാഗൊക്കെ ഭയങ്കര വലിയ സംഭവം കണ്ടിട്ട്. അല്ലല്ലോ, അത്യാവശ്യം കുറച്ച് വലുതല്ലേ. ആക്സസറീസ് എന്തൊക്കെയാണ്? ക്യാമറ സ്റ്റാൻഡ്, ചാർജിങ് കേബിൾ. ഇത് ആക്ച്വലി ഒരു മൊബൈൽ ഫോൺ ഹോൾഡറും കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് മൊബൈൽ ഫോൺ ഹോൾഡറും കൂടെ വെച്ച് നമുക്ക് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാവുന്നതാണ്. റിംഗ് ലൈറ്റ് എനിക്ക് തോന്നുന്നത് ഡ്യുവൽ ലൈറ്റ് ആണെന്ന് തോന്നുന്നു. വാം ലൈറ്റും ഉണ്ട്, കൂൾ ലൈറ്റും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാൻ കണ്ടിട്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ കുറച്ച് വലിയ സൈസാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇത് ഒസാക്കയുടെ ഡിജിറ്റൽ LED ലൈറ്റ് ആണ്. ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. പൊട്ടിയില്ല. ഇത് ഡിജിറ്റൽ LED ലൈറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് എനിക്ക് തോന്നുന്നത് ഇൻഡോർ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും. കാരണം ഇത് അത്ര വാട്ട്സ് കുറവാന്ന് തോന്നുന്നു ഇതിൻ്റെ. കാരണം മറ്റത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വാട്ട്സ് എനിക്ക് തോന്നുന്നത് 35 വാട്ടേ ഉള്ളൂ. മറ്റത് ശരിക്കും 55 വാട്ട് ഉണ്ടല്ലേ, 55 ഉണ്ടല്ലേ, 55 വാട്ട് ഉണ്ട്. അപ്പോൾ ഇത് കുറവാണ്. എന്തായാലും ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും ഇതിനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ ഇടാം. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഇതിന്റെ ഒപ്പം ബാക്കി ഡീറ്റെയിൽസ് എന്ന് തോന്നുന്നത് എന്ത് ചാർജർ അല്ല, ഇത് ചാർജർ, ഇത് ബാറ്ററി ആണ്. ഇതൊരു സെറ്റാട്ടോ. പക്ഷെ മറ്റേ നമ്മുടെ റിംഗ് ലൈറ്റിന്റെ അകത്ത് നമുക്ക് 2 സ്ലോട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ചാർജറും അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. ഇത് ഡയറക്റ്റ് പവറിലോട്ട് കൊടുക്കണം. മറ്റേത് എനിക്ക് തോന്നുന്നത് ബാറ്ററി യൂസിങ് ആണ്. ഓക്കെ, ഇത് എനിക്ക് ട്രൈപോഡ് ആയിരിക്കും നമ്മുടെ. പേപ്പറൊക്കെ ഉണ്ടല്ലോ.
ഇത് ഈ ലൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡാണ്. ഇത് അത്യാവശ്യം 8 ഫീറ്റ് ലോങ് ആണെന്ന് തോന്നുന്നു. എത്രയാടാ? 8 ഫീറ്റ് ആണോടാ? 8 ഫീറ്റ് ആണ്. ഞങ്ങളുടെ ക്യാമറാമാൻ സജസ്റ്റ് ചെയ്താണ്. 8 ഫീറ്റ് ലോങ് ആയിട്ടുള്ള ട്രൈപോഡാണ്. കാരണം നമുക്ക് പല ടെറൈൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതും എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിന്റെ യൂസ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ക്യാമറാമാനോട് തന്നെ ചോദിക്കാം. ക്യാമറാമാനാണ് അതിന്റെ മെയിൻ ആള്. അപ്പൊ നമുക്ക് ക്യാമറാമാനോട് ഡീറ്റെയിൽസ് ചോദിക്കാം. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. ഒരു റിംഗ് ലൈറ്റ്, പിന്നെ ഒരു LED ലാമ്പ്, പിന്നെ ഗൊറില്ല ട്രൈപോഡ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗേഴ്സ് യൂസ് ചെയ്യാനാണ്. ഇത് ഞങ്ങൾ കണ്ട് പല ബ്ലോഗേഴ്സിനും ചാനൽ കണ്ടിട്ട് മേടിച്ചാണ്. എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കും എന്നാണ്. ഞാനങ്ങനെ ഒന്നും നെഗറ്റീവ് റിവ്യൂ പറയാറില്ല. കാരണം യൂസ് ചെയ്തിട്ട് ബാക്കി പറയാം. കാരണം പലരുടെയും കയ്യിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റിംഗ് ലൈറ്റും പലരുടെയും കയ്യിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ വാങ്ങിച്ച റിംഗ് ലൈറ്റ്, പിന്നെ ഉള്ളത് ഞങ്ങളുടെ LED ലാമ്പ്, അതേപോലെ തന്നെ ഗൊറില്ല ട്രൈപോഡ്. ഇത് 3 സാധനമാണ് ഇപ്പൊ ഞങ്ങൾ അൺബോക്സ് ചെയ്തുകൊണ്ട് എത്തിച്ചത്. ഇത്രയും വലിയ ബോക്സ് കണ്ട് പേടിക്കണ്ട. ഇത്രയും 3 സാധനം ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ട്രൈപോഡ്. ഈ ഇത്രയും സാധനം ഉള്ളൂ. ഞാൻ ഓരോന്നായിട്ട് ഓൺ ചെയ്ത് കാണിക്കാം. നമുക്ക് റിംഗ് ലൈറ്റ് ഓൺ ആക്കാമല്ലോ. ഓക്കെ, റിംഗ് ലൈറ്റ് ആണ്. റിംഗ് ലൈറ്റ് വാമും ഉണ്ട്, കൂൾ ലൈറ്റും ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കേട്ടോ. എന്തായാലും സംഭവം നൈസ് സ്കീമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ബാക്കി അത് ആഷ്ലി പറയും. അതെ, പർപ്പസ് നല്ല റിംഗ് ലൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോരാതെ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 8 ഫീറ്റോളം നമുക്കത് ഉയർത്താൻ പറ്റും. ഈ ട്രൈപോഡിൽ നമുക്ക് ക്യാമറയുടെ ഫ്രെയിമിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഏതായാലും പൊക്കി കാണിക്കുന്നില്ല. സംഭവം എന്തായാലും നല്ലതാണ്, നൈസ് സാധനം തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് 55 വാട്ട് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഇത് കൂടുതൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഇത് 35 വാട്ടേ ഉള്ളൂ. പിന്നെ ബാക്കിയൊന്നുമില്ല. പിന്നെ ഇതിന്റെ ചാർജറുണ്ട്, അതേപോലെ തന്നെ ബാറ്ററി വന്ന പാക്കാണ്. ബാറ്ററി നമുക്ക് ഇവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഗൊറില്ല ട്രൈപോഡ് നമ്മൾ ക്യാമറയിൽ ഫിറ്റ് ചെയ്യാനാണ്. ക്യാമറയിൽ അരിമ്പുള്ളി എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ്സ് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.